നമ്മുടെ കുറച്ച് റോസ്മേരി ഡ്രൈ ലീവ്സ് ആണ്. നമ്മൾ ലിഡിൽ നിന്ന് മേടിച്ച കുറച്ച് ആസ്പെരഗാസ് ആണ്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കുക്ക് ചെയ്യുന്നതല്ല, ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. നോർമലി ഇതിന് 4 യൂറോണ് ലിഡിൽ കാണാറ്. വില കുറച്ച് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, ദെൻ നമ്മളിതിനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പീൽ ചെയ്യണം. ഈ മുകളിലത്തെ ഈ ഒരു ലെയർ മാത്രം പോകുന്ന രീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് ഒരു 2-3 മിനിറ്റ്സ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ, ഒരു പിഞ്ച് ഉപ്പിട്ടുണ്ട്. ദെൻ നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ടു 3 മിനിറ്റ്സ് നല്ലപോലെ തിളച്ച വെള്ളത്തിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഐസ് വാട്ടറിലോട്ട് ഇതിനെ ഇടുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിച്ച പാത്രത്തിലോട്ട് ചെറിയൊരു കഷ്ണം ബട്ടർ എടുക്കുക. അതിന് മുന്നേ നമ്മൾ ബോയിൽ ചെയ്തെടുത്ത അസ്പെരഗാസ് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് നല്ലപോലെ ഡ്രൈ ആക്കിയെടുക്കണം. ഞാൻ നമ്മൾ ബട്ടർ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ അസ്പെരഗാസ് നമ്മൾ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം തന്നെ ഫ്രൈ ആക്കി എടുക്കും. ഇത് നമ്മുടെ കുറച്ച് റോസ്മേരി ഡ്രൈ ലീവ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ഇത് ആക്ച്വലി ഡീപ് ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാൻ കണ്ടത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ബട്ട് എനിക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പച്ചമണം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തത്. കൊള്ളൂല പച്ചലൊക്കെ വറുത്ത് കഴിക്കുന്ന ഒരു ടേസ്റ്റ്. ചിലപ്പോൾ ഹെൽത്തി ആയിരിക്കും. ബട്ട് എനിക്കിത് വർക്കായി. ഞാനൊരു 4 പീസസ് വരെ അകത്താക്കിയിട്ടുണ്ടായിരുന്നു.